Spoken English class in the പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മൾ വീട്ടിൽ പറയുന്ന ചില വാക്യങ്ങൾ അതുപോലെ തന്നെ നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ചില വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾ ഭിത്തിയിലോ വല്ലതും ഒക്കെ ഒട്ടിച്ചു വെക്കുക. എന്താണ് നമ്മളത് റിപ്പീറ്റ് ചെയ്യുക അല്ലേ? നമ്മൾ ഏത് ഭാഷയും പഠിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്തല്ലേ പഠിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയ്ക്ക് പ്രതീക്ഷിക്കുന്ന ഒരു 1000 ലൈക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഡിസ്ലൈക്ക് ചെയ്യുകയും ചെയ്യാം. നമ്മൾ ശ്രദ്ധിക്കാം. ഷാൽ വി പ്ലേ ഫോർ സം ടൈം? നമുക്ക് കുറച്ച് നേരം കളിച്ചാലോ? നമ്മൾ സാധാരണ നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ ചോദിക്കുന്ന ചോദ്യമല്ലേ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ അനിയനുണ്ട് അനിയത്തിയുണ്ട്, നമുക്ക് കുറച്ച് നേരം എന്തെങ്കിലും കളിച്ചാലോ എന്ന്. ഷാൽ വി പ്ലേ ഫോർ സം ടൈം? ഷാൽ വി പ്ലേ ഫോർ സം ടൈം? ഓക്കെ, നമുക്ക് ഒന്നിച്ച് പറയാം അല്ലേ? Shall we play for some time? നമുക്ക് ഇതുപോലെ തന്നെ ചോദിക്കാവുന്ന മറ്റു ചോദ്യങ്ങളാണ്. Shall we sing a song? നമുക്കൊരു പാട്ട് പാടിയാലോ? Sure, of course. എന്നൊക്കെ നമുക്കതിൻ്റെ ഉത്തരവായിട്ട് പറയാം. തീർച്ചയായിട്ടും ചെയ്യാം എന്നൊക്കെ. അല്ലെങ്കിൽ ഐ എം സോറി, ഓക്കെ, ഐ ഹാവ് സം വർക്ക് ടു ഡു എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് കുറച്ച് പണി ചെയ്യാനുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാലോ, ഷാൽ വി വാച്ച് എ മൂവി? നമുക്കൊരു സിനിമ കണ്ടാലോ? ഷാൽ വി വാച്ച് എ മൂവി? കം ലെറ്റ്സ് ഹാവ് സംതിങ്. ബാ നമുക്ക് എന്തെങ്കിലും കഴിക്കാം. നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണല്ലേ, ബാ നമുക്ക് എന്തെങ്കിലും കഴിക്കാം. കം ലെറ്റ്സ് ഹാവ് സംതിങ്. ഈ ഹാവ് എന്നുള്ളതിന് കഴിക്കുക എന്നുള്ളൊരു അർത്ഥമാണ്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇതാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഈറ്റ് എന്ന് പറയാമോ? ലെറ്റ്സ് ഈറ്റ് സംതിങ് എന്ന് പറയാമോ? തീർച്ചയായിട്ടും പറയാം. പക്ഷേ ഹാവ് ആണ് സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. അതിപ്പോൾ എൻ്റെ സുഹൃത്ത് വന്നു രാഹുലിനോട് അതാ നമുക്ക് കുറച്ച് ജ്യൂസ് കുടിക്കാം. ബാ രാഹുൽ ലെറ്റ്സ് ഹാവ് സം ജ്യൂസ്. രാഹുൽ ലെറ്റ്സ് ഹാവ് സം ജ്യൂസ്. അല്ലെങ്കിൽ ലെറ്റ്സ് വാച്ച് എ മൂവി. ലെറ്റ്സ് വാച്ച് എ മൂവി. ഓക്കെ, നമുക്കൊന്നുകൂടെ പറഞ്ഞു കേൾക്കാം ഒന്നിച്ച്. ഓക്കെ, കം ലെറ്റ്സ് ഹാവ് സംതിങ്. കം ലെറ്റ്സ് ഹാവ് സംതിങ്. രാഹുൽ ലെറ്റ്സ് ഹാവ് സം ജ്യൂസ്. രാഹുൽ ലെറ്റ്സ് ഹാവ് സം ജ്യൂസ്. ലെറ്റ്സ് വാച്ച് എ മൂവി. ലെറ്റ്സ് വാച്ച് എ മൂവി. നമ്മുടെ കുഞ്ഞ് അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചോദിക്കുക, എന്താണ് നീ കരയുന്നത്? വൈ ആർ യു ക്രൈങ്? വൈ ആർ യു ക്രൈങ്? ഐ ഹാവ് എ ഹെഡ് ഏക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തലവേദനയുണ്ട്, അതുകൊണ്ടാണ് കരയുന്നത് അല്ലേ? വൈ ആർ യു ക്രൈങ്? ഐ ഹാവ് എ ഹെഡ് ഏക്ക്. ഇവിടെ നമ്മളൊരു കടയിൽ ചെന്നു, നമുക്ക് പറയാം എനിക്ക് 2 കിലോ അരിപ്പൊടി വേണം എന്ന് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് പല രീതിയിൽ പറയാം. Could I have 2 kilograms of rice flour please? ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ ഫ്ലോർ എന്നല്ല പറഞ്ഞത്, ഫ്ലവർ എന്നാണ് പറഞ്ഞത്. ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂവ് അല്ലേ? പൂവിൻ്റെ അത് തന്നെയാണല്ലോ പറയുന്നത് ഫ്ലവർ അല്ലേ? ശ്രദ്ധിക്കുക, അരിപ്പൊടിക്ക് റൈസ് ഫ്ലവർ എന്നാണ് പറഞ്ഞത്. റൈസ് ഫ്ലോർ അല്ല, ഫ്ലോർ എന്ന് പറഞ്ഞാൽ തറ എന്നുള്ള അർത്ഥമാണ് അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, എഴുതുന്നത് നമ്മൾ വായിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം ഫ്ലോർ എന്നൊക്കെ വായിക്കുന്നു തോന്നും അല്ലേ? പക്ഷേ അങ്ങനെയല്ല കേട്ടോ വായിക്കുന്നത്. നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കുക, പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കുക. എന്താണ്? ഫ്ലവർ. ഫ്ലവർ. ഓക്കെ, ഫ്ലവർ. Could I have 2 kilograms of rice flour please? അല്ലെങ്കിൽ I would like to have 2 kilograms of rice flour please. അല്ലെങ്കിൽ കുഡിന് പകരം നമുക്ക് തീർച്ചയായിട്ടും ക്യാൻ ഉപയോഗിക്കാം. അതിനും കുഴപ്പമൊന്നുമില്ല. കുഡാണ് ഇച്ചിരി പൊളൈറ്റ് അല്ലേ? നമുക്ക് ഇങ്ങനെ ചോദിക്കാം, Can I have 2 kilograms of rice flour please? അപ്പോൾ നമുക്കിത് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. Could I have 2 kilograms of rice flour please? അല്ലെങ്കിൽ I would like to have 2 kilograms of rice flour please. Can I have 2 kilograms of rice flour please? മെഴുകുതിരി ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കും. Are there candles? Of course. ഓക്കെ, മെഴുകുതിരി ഉണ്ടോ എന്ന് നമ്മൾ കടക്കാരോട് ചോദിക്കും അല്ലേ? Are there candles? Can I have എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ അതാണല്ലോ പറഞ്ഞങ്ങ് തുടങ്ങിയത് അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിച്ചാൽ മതി. Are there candles? മെഴുകുതിരി ഉണ്ടോ? Of course. How many? എത്ര എണ്ണം വേണം? അല്ലെങ്കിൽ എത്ര വേണം? How much do you want? നമ്മൾ സാധാരണ ഹൗ മച്ച് ആയിരിക്കും അല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടൊക്കെ ആയിരിക്കുമല്ലോ ഉദ്ദേശിക്കുന്നത്. ഹൗ മച്ച് ഡു യു വാണ്ട്? എ പാക്കറ്റ് വിൽ ഡു. എ പാക്കറ്റ് വിൽ ഡു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാക്കറ്റ് മതി. അല്ലെങ്കിൽ എത്ര എണ്ണം വേണം എന്നാണ് ചോദിക്കുന്നത്. ഹൗ മെനി ഡു യു വാണ്ട്? അല്ലെങ്കിൽ നമുക്ക് പറയാം 5 candles അല്ലെങ്കിൽ 6 candles, whatever it is. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഹൗ മെനി ഡു യു വാണ്ട്? ഹൗ മച്ച് ഡു യു വാണ്ട്? എ പാക്കറ്റ് വിൽ ഡു. എ പാക്കറ്റ് വിൽ ഡു. ഐ നീഡ് 2 kilos of rice too. എനിക്ക് 2 കിലോ അരിയും കൂടെ വേണം. വാട്ട് സോർട്ട് ഓഫ് റൈസ് ഡു യു നീഡ്? There are so many different varieties. എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് തരം അരിയാണ് നിങ്ങൾക്ക് വേണ്ടത്? ഒരുപാട് വെറൈറ്റി അരികൾ ഇവിടെ ഉണ്ട്. ഒരുപാട് തരത്തിലുള്ള അരികളുണ്ട് അല്ലേ? നമുക്കറിയാലോ പല വിലയുടെയും പലതരത്തിലുള്ളതൊക്കെ അരികളുണ്ട്. അതാണ് ചോദിക്കുന്നത്. അപ്പം നമുക്കൊന്നുള്ളത് പറഞ്ഞു നോക്കാം. I need 2 kilos of rice too.
ടൈസും എന്നാണ്. അതാണ് ടു, അതും വേണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അവിടെ, ടു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് വാട്ട് സോർട്ട് ഓഫ് റൈസ് ഡു യു നീഡ്? വാട്ട് സോർട്ട് ഓഫ് റൈസ് ഡു യു നീഡ്? ദർ ആർ സോ മെനി ഡിഫറെൻറ്റ് വെറൈറ്റീസ്. അപ്പോൾ നമ്മുടെ സുഹൃത്തെ നമ്മൾ കാണുന്നു സൂപ്പർ മാർക്കറ്റ് വെച്ച്. അവൻ പറയാം, അയ്യോ നീ ഇപ്പോൾ വരുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നല്ലോ, നീ ഉച്ച കഴിഞ്ഞ് വരുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നല്ലോ. ഐ ഡിഡ് നോ യു ആർ കമ്മിങ് ടു സൂപ്പർ മാർക്കറ്റ് ദിസ് ആഫ്റ്റർനൂൺ. ഇന്ന് ഉച്ച കഴിഞ്ഞ് നീ വരുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഐ ഡിഡ് നോ യു ആർ കമ്മിങ് ടു സൂപ്പർ മാർക്കറ്റ് ദിസ് ആഫ്റ്റർനൂൺ. നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം. ഐ ഡിഡ് നോ യു ആർ കമ്മിങ് ടു ദ സൂപ്പർ മാർക്കറ്റ് ദിസ് ആഫ്റ്റർനൂൺ. ഐ ഡിഡ് നോ യു ആർ കമ്മിങ് ടു സൂപ്പർ മാർക്കറ്റ് ദിസ് ആഫ്റ്റർനൂൺ. ഇത് നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് 2 ചോദ്യങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ എഴുതുക. ഇപ്പോൾ ആദ്യത്തെ ചോദ്യമാണ്, ഹൗ ഓഫൻ ഡു യു ഗോ ഷോപ്പിംഗ് അറ്റ് എ സൂപ്പർ മാർക്കറ്റ്? നിങ്ങൾ എത്ര തവണ നിങ്ങൾ ഷോപ്പിങ്ങിന് പോകാറുണ്ടോ സൂപ്പർ മാർക്കറ്റിൽ? അപ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഉത്തരം പറയാം. വൺസ് ഇൻ എ വീക്ക്, ആഴ്ചയിൽ 1, അല്ലെങ്കിൽ വൺസ് ഇൻ എ മന്ത്, പിന്നെ ഒരു മാസത്തിൽ 1, അല്ലെങ്കിൽ എവ്രി ഡേ, എല്ലാ ദിവസവും പോകാറുണ്ട്. അങ്ങനെ പല പല ഉത്തരവായിക്കോട്ടെ. നിങ്ങളുടെ ഉത്തരം നിങ്ങൾ കമൻറ്റിൽ എഴുതുക. അടുത്ത ചോദ്യം, വാട്ട് ഡു യു നോർമലി ബൈ അറ്റ് എ സൂപ്പർ മാർക്കറ്റ്? ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നും നിങ്ങൾ സാധാരണ എന്തൊക്കെയാണ് വാങ്ങിക്കുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ ഉത്തരം കമൻറ്റിൽ എഴുതുക. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചോദിച്ചു നോക്കാം. ഹൗ ഓഫൻ ഡു യു ഗോ ഷോപ്പിംഗ് അറ്റ് എ സൂപ്പർ മാർക്കറ്റ്? What do you normally buy at a supermarket? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.